ഓൾ ഇന്ത്യ മെഡിക്കൽ നീറ്റ് റാങ്ക് വന്നു കഴിഞ്ഞു. ഒരുപാട് കാലമായി അതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകളും സംശയങ്ങളും ഒരുപാട് ആ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതികമായിട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആശങ്കകളുണ്ട്. നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നതാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഏറ്റവും കൂടുതൽ ആശങ്കാകുലരാക്കുന്നത്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു എൻട്രൻസ് രീതി, ക്വസ്റ്റ്യൻ രീതിയും റാങ്കിൽ കാര്യമായ ഡിഫറൻസുകൾ വന്നതും വിദ്യാർത്ഥികളെ ആശങ്കാകുലരാക്കണം. മനസ്സിലാക്കേണ്ട ഒരു വളരെ വ്യക്തമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു റാങ്ക് 1 മുതൽ 15,000 വരെയുള്ള റാങ്കിലാണ് ഓൾ ഇന്ത്യ തലത്തിൽ കേരളത്തിന്റെ പ്രസൻസ് കുറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് അതിനുശേഷം 15,000 ശേഷം പിന്നീട് അങ്ങോട്ടുള്ള റാങ്കുകളിൽ കാര്യമായ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അത് പാലാ ബ്രില്യന്റിന്റെ മാത്രം റാങ്കുകൾ, കുട്ടികൾ റാങ്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. 25,000-നുള്ളിൽ 1,800 കുട്ടികൾ ഉണ്ട്. അത് കഴിഞ്ഞ കൊല്ലവും ഏറ്റവും കുറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ റാങ്ക് ഗണ്യമായിട്ട് കുറഞ്ഞ 2022 സ്റ്റേറ്റ് റാങ്കുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. 1,782 പേരായിരുന്നു ആദ്യത്തെ 25,000-നുള്ളിൽ ഓൾ ഇന്ത്യയിൽ വന്നതെങ്കിൽ, കേരളക്കാർ വന്നതെങ്കിൽ, ഈ വർഷം കുറച്ചുകൂടി 1,800 പാലയിൽ മാത്രമുണ്ട്. കുറച്ചുകൂടി ഒരു അല്പം കൂടി ഒരു 1,900 2,000-നടുത്തേക്ക് വരാം. അപ്പൊ ഭയങ്കര വ്യത്യാസം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ആദ്യത്തെ 1000 മുതൽ 15,000 മാത്രമേ വളരെ കുറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല 15,000 മുതൽ അങ്ങോട്ട് 25,000 വരെയുള്ള റാങ്കിൽ ഭയങ്കര മാറ്റങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല 2022 2023 റാങ്കിന്റെ ഏകദേശം ആ അടുത്ത് തന്നെ വരുന്നുണ്ട്. മാറ്റം കാര്യമായിട്ട് വരുന്നത് ഈ കേരളത്തിൽ നിന്ന് പാസ് ഔട്ട് ആയ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയ ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. കഴിഞ്ഞ വർഷം 86,000 പേരാണ് ക്വാളിഫൈഡ് ആയതെങ്കിൽ ഏകദേശം 73,000 പേരാണ് ഈ വർഷം ക്വാളിഫൈഡ് ആയത്. മൊത്തത്തിൽ റാങ്കിന്റെ കാര്യത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ, റിഫ്ലക്ഷൻ ഉണ്ടാക്കിയേക്കാം. എങ്കിലും നമ്മൾ അവലംബിക്കാൻ പറ്റുന്നത് 2022 കേരളത്തിന്റെ റാങ്ക് എത്രയായിരുന്നു, ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ്, മെഡിക്കൽ റാങ്ക് ഡീറ്റെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി വളരെയധികം ഒന്നും പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. എങ്കിലും ഏകദേശം നിലവിൽ കഴിഞ്ഞ കൊല്ലത്തെ റാങ്കിനേക്കാൾ എന്തായാലും ഒരു 30%, 25% മുതൽ 30% വരെ താഴേക്ക് റാങ്ക് ഡിഫറൻസ് ഉണ്ടാവാം എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കിട്ടും. അതിന്റെ ചോയ്സ് ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ധാരണകൾ കിട്ടും. മനസ്സിലാക്കേണ്ടത് 21 മുതലാണ് അലോട്ട്മെന്റ് പ്രോസസ്സിനുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 21 തുടങ്ങി കഴിഞ്ഞാൽ 28 വരെ നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിനുള്ള രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാം. അത് വളരെ കൃത്യമായി MCC സൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചോയ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നത്, പ്രോസസ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നത് 29th 30th 31st അലോട്ട്മെന്റ്, ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് വരും. ദെൻ ഓഗസ്റ്റ് 1 മുതൽ 6 വരെ ജോയിൻ ചെയ്യാനുള്ള ടൈമാണ്. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 21ന് രജിസ്ട്രേഷൻ തുടങ്ങും. അപ്പൊ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കേരളത്തിന്റെ റൗണ്ട് കൗൺസിലിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രോസസ്സാണ്. ഒരു നീണ്ടു നിൽക്കുന്ന കുറെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കേട്ടല്, ദെൻ വെരിഫൈ ചെയ്യലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് വിശദമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും. അതൊക്കെ ഒരു വളരെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കേരളത്തിൽ അങ്ങനെയല്ല. സ്ട്രേറ്റ് അവേ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് അങ്ങ് കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സിലേക്ക് നേരെ കിടക്കും. പിന്നീട് ഒരു രജിസ്റ്റർ, അവിടെ ഒരു പേയ്മെന്റ് വരുന്നുണ്ട്, OTPയും പേയ്മെന്റും വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നേരെ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്കാണ് വരുന്നത്. ഓൾ ഇന്ത്യയിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ 21 തുടങ്ങി 28 വരെയാണ്. ചോയ്സ് ഫില്ലിംഗ് നടക്കുന്നത് 22 മുതൽ. പക്ഷെ 22 എന്ന് പറഞ്ഞാലും ചിലപ്പോൾ 22 തന്നെ സ്റ്റാർട്ട് ചെയ്തോളണമെന്നില്ല. ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആവാം, ചിലപ്പോൾ 23rd ആവാം. എന്തായാലും 28 വരെ ടൈമുണ്ട്. കരിയർ ഗുരുവിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങളെ സഹായിക്കാൻ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു വ്യക്തിയെയും സെന്റേർഡ് ആയിട്ട് ചോയ്സ് ഫില്ല് റാങ്കിനനുസരിച്ച്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ മുൻഗണനാക്രമത്തിനനുസരിച്ച് പരിശോധിച്ച് മനസ്സിലാക്കി കൃത്യമായ ഒരു കസ്റ്റമൈസ്ഡ് ആയ ചോയ്സ് ഫില്ല് ചെയ്ത് തരുന്ന പണിയുണ്ട്. മുമ്പ് നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ കൊല്ലമൊക്കെ 300 കുട്ടികൾക്കായിരുന്നു കൊടുത്തിരുന്നത്. ആ പരിപാടി നിർത്തിയിട്ട് നമ്മൾ കുറച്ചുകൂടി സ്റ്റുഡന്റ് ഫോക്കസ്ഡ് ആവുക എന്ന നിലക്ക് 80 ആളുകൾക്ക് മാത്രമേ ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് ഈ പ്രോസസ്സിൽ കരിയർ ഗുരുവിന്റെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത്, കരിയർ ഗുരു അത് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുക 23rd സ്റ്റാർട്ട് ചെയ്യുക. 23rd 24th 25th 26th വരെ നമ്മൾ ചെയ്യും.
27th താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്തു തരും. പക്ഷേ ഈ ആദ്യത്തെ 4 ദിവസമാണ് നമ്മളിവിടെ ചോയ്സ് ഫില്ല് ചെയ്യുന്നത്. മാത്രമല്ല അത് ശ്രദ്ധിക്കാൻ, പരിശോധിക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാനും വീണ്ടും കുട്ടികളെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന്റെ നിങ്ങളുടെ ചോയ്സ് ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും അത് സൂക്ഷിക്കുക എന്ന നിലക്കാണ്, സൂക്ഷ്മത കൂടുതൽ കാണിക്കുക എന്ന നിലക്കാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ മാത്രമായിട്ട് ചോയ്സ് ഫില്ല് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്സ് രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ അപ്പൊ തന്നെ ചോയ്സ് ഫില്ലിംഗ് ഉണ്ടാവില്ല. പിറ്റേ ദിവസം അത് കൃത്യമായിട്ട് ഈ സ്കെഡ്യൂളിൽ പറഞ്ഞ സ്കെഡ്യൂൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ദെൻ സ്കെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് 21st തുടങ്ങും രജിസ്ട്രേഷൻ, 28th വരെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് പേ ചെയ്യാം. ചോയ്സ് ഫില്ലിംഗ് 22nd. ഞാൻ നേരത്തെ പറഞ്ഞ ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം. സമാന്തരമായിട്ട് സ്റ്റേറ്റ് ചോയ്സ് ഫില്ലിംഗ് വരുന്നത് മിക്കവാറും ഓഗസ്റ്റ് 1 മുതലാണ്. ഓഗസ്റ്റ് 1 മുതൽ 6th വരെയാണ് നമ്മൾ അതാത് സ്റ്റേറ്റുകൾ. അപ്പൊ കേരളത്തിൽ മിക്കവാറും ഓഗസ്റ്റ് 1 അല്ലെങ്കിൽ ജൂലൈ 31 മുതൽ അല്ലെങ്കിൽ 30th മുതൽ ഓഗസ്റ്റ് 6th വരെ ആയിരിക്കാം മിക്കവാറും സംഭവിക്കുന്നുണ്ടാവുക. ജോയിൻ ചെയ്യേണ്ട ടൈം ഓഗസ്റ്റ് 12th മുമ്പായിരിക്കണം എന്ന് MCC പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഓൾ ഇന്ത്യയിൽ ഓഗസ്റ്റ് 6th വരെയാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ ഉള്ള ടൈം തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 6th വരെ. അപ്പൊ എങ്ങനെ വന്നാലും ഓഗസ്റ്റ് 6th മുമ്പ് ജോയിൻ ചെയ്തിരിക്കണം. ഈ രീതിയിലാണ് സ്കെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ സ്കെഡ്യൂളിനെ കുറിച്ച് ഏകദേശം ധാരണയായല്ലോ. ഇനി സെക്കൻഡ് റൗണ്ട് വരുന്നുണ്ട്. സെക്കൻഡ് റൗണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ വരുന്ന സ്കെഡ്യൂൾ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ ഓൾ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് ഓരോ ഘട്ടത്തിലും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ നമ്മൾ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കയറി കഴിഞ്ഞ് ചോയ്സ് ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ചോയ്സ് മാത്രമേ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും നിലനിൽക്കുള്ളൂ. നമ്മൾ ഏതാണോ കൊടുത്തത് അത് പിന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ പിന്നീട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, ദെൻ ഓർഡർ അനുസരിച്ച് നിങ്ങൾ താല്പര്യം അനുസരിച്ച് പരിയാരം, മലപ്പുറം, കൊച്ചി ഒക്കെ കൊടുത്തു, ഒരു 8 കൊടുത്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്തു. സെക്കൻഡ് അലോട്ട്മെന്റ് കയറുമ്പോൾ പുതുതായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ആ ഉള്ള ഇത് മാത്രമേ നിലനിൽക്കുള്ളൂ. നിങ്ങൾക്ക് അലോട്ട്മെന്റ് 6ാമത്തത് കിട്ടി, പരിയാരം കിട്ടി എന്ന് വിചാരിക്കാം. പരിയാരം കിട്ടിയാൽ അതിന്റെ താഴേക്ക് കൊടുത്തിരിക്കുന്ന മലപ്പുറവും കൊച്ചിയും ഡിലീറ്റഡ് ആയി പോകും. പിന്നീട് അത് നമുക്ക് ചേർക്കാൻ പറ്റില്ല. സ്ട്രേ വേക്കൻസി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോഴ്സ് ഉണ്ടെങ്കിൽ, നിലവിൽ സീറ്റ് മെട്രിക്സിൽ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതൊക്കെ കൊടുക്കാം, ആദ്യം മുതൽ കൊടുക്കാം. പക്ഷേ 3 ഘട്ടത്തിലും പുതുതായിട്ടൊന്നും കയറ്റാൻ പറ്റില്ല കേരളത്തിൽ. ഓൾ ഇന്ത്യ അങ്ങനല്ല. ഓരോ ഘട്ടത്തിലും നമുക്ക് സീറ്റ് എത്ര വേണമെങ്കിലും, ഉള്ളതിൽ എത്ര വേണമെങ്കിലും ചേർക്കാം. നിങ്ങൾ ഒരു 50 ചേർത്തു, 48ാമത്തത് കിട്ടി, അതിന് താഴെ ഉള്ളതൊക്കെ പോയി. 400-ലധികം സീറ്റുകൾ കോളേജുകൾ ഉണ്ട്. അത് 2ാം ഘട്ടത്തിൽ വീണ്ടും ചേർക്കാം. 2ാം ഘട്ടത്തിൽ കയറുമ്പോൾ ആദ്യം കൊടുത്തൊന്നും ഉണ്ടാവുകയില്ല. ആദ്യം മുതൽ എല്ലാ ചോയ്സും നമ്മൾ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യേണ്ടി വരും. ഇത് ചോയ്സ് ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേരളവും ഓൾ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം പ്രോസസ്സിൽ പങ്കെടുക്കാൻ. അതുകൊണ്ട് ഓൾ ഇന്ത്യയിൽ നമുക്ക് 2ാമത്തെ റൗണ്ട് വരുമ്പോൾ പുതുതായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ അത് പറ്റില്ല. പുതുതായിട്ടൊരു ചോയ്സ് കൊടുക്കാൻ നിലവിൽ പറ്റില്ല. ഏതെങ്കിലും കോളേജ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ വന്നിട്ടില്ല, 2ാമത്തെ റൗണ്ടിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു അവസ്ഥയൊക്കെ കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. അത് ഓൾ ഇന്ത്യയിൽ വരും. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പുതിയൊരു കോളേജ് എന്ത് ചെയ്യാം വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള അവസരം അത് കുട്ടികൾ ശ്രദ്ധിക്കില്ല. ആദ്യത്തെ ദിവസം തന്നെ ചോയ്സ് ഫില്ല് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഉണ്ടാവും പുതിയ കോളേജ് വന്നിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കണം എന്നതുകൊണ്ടാണ് കരിയർ ഗുരു ഈ അവസാന ദിവസം വരെയും കൊടുക്കുന്നതിന് പകരം തൊട്ട് മുമ്പുള്ള ഒരു 27 ഇനി 28 നമ്മൾ പരിശോധിച്ചിട്ട് എന്ത് ചെയ്യും? എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ പേഴ്സണലായിട്ട് വിളിച്ചറിയിച്ച് അത് ചെയ്യിപ്പിക്കും നമ്മൾ. അതിനാണ് നമ്മൾ ഈ ഡേറ്റ് ഒരെണ്ണം ബഫറായിട്ട് വെച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മത പാലിക്കുക എന്നതുകൊണ്ടാണ്. അത് നിങ്ങളും സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. ദെൻ ഓൾ ഇന്ത്യയിൽ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഫസ്റ്റ് റൗണ്ട് കൊടുത്തില്ല എന്ന് വിചാരിക്കും, കുഴപ്പമില്ല. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം? കേരളത്തിൽ അങ്ങനെയല്ല. ഫസ്റ്റ് റൗണ്ട് കൊടുത്തില്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ കൊടുക്കാൻ കഴിയില്ല. പുതിയ കോളേജ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തടുത്ത് ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്ന കോളേജുകൾ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കണമെങ്കിൽ കേരളത്തിൽ പുതിയ കോളേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടാവണം, എന്നാൽ മാത്രം. ഓൾ ഇന്ത്യ അങ്ങനെയല്ല. നമുക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ, ഒരു കോളേജും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ഇനി 5 കോളേജ് മാത്രമേ കൊടുത്തില്ല. ചോയ്സ് വീണ്ടും പുതിയതെല്ലാം കൊടുക്കാം. ദെൻ രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല എങ്കിൽ പോലും ഓൾ ഇന്ത്യയിൽ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പുതുതായിട്ട്, തേർഡ് റൗണ്ടിലും അങ്ങനെ തന്നെയാണ്, നമുക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അതിനുള്ള ടൈമാണ് 12th ഓഗസ്റ്റ് മുതൽ 18th ഓഗസ്റ്റ് വരെയാണ് രജിസ്ട്രേഷനും പേയ്മെന്റും. ദെൻ ചോയ്സ് ഫില്ലിംഗ് വരുന്നത് ഓഗസ്റ്റ് 13th മുതൽ 18th വരെയുള്ള ഡേറ്റിലാണ്. ദെൻ ഓഗസ്റ്റ് 19th 20th
പ്രോസസ്സിംഗ് നടന്ന് 21 സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് റിസൾട്ട് വരും. ജോയിൻ ചെയ്യാനുള്ള ടൈം 22 ഓഗസ്റ്റ് മുതൽ 29 ഓഗസ്റ്റ് വരെയാണ് ജോയിൻ ചെയ്യാനുള്ള ടൈം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് സ്കെഡ്യൂള് നിങ്ങൾക്ക് കാണാൻ പറ്റും, കൃത്യമായിട്ട് MCC പ്രഖ്യാപിച്ചത്. അപ്പൊ ഓഗസ്റ്റ് ലാസ്റ്റ് തേർഡ് വീക്കിലൊക്കെ ആകുമ്പോഴത്തേക്കും സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റും എന്ത് ചെയ്യും, കഴിയും. ഇനി തേർഡ് റൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഈ രജിസ്ട്രേഷൻ ആദ്യം മുതൽ വീണ്ടും നടത്താം. എന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും നടത്താത്ത ആളുകൾക്ക് വീണ്ടും പുതുതായിട്ട്, കേരളത്തിൽ ഇതൊന്നും നടക്കില്ല. അപ്പൊ തേർഡ് റൗണ്ടിന്റെ സ്കെഡ്യൂൾ നോക്ക് നിങ്ങൾ. തേർഡ് റൗണ്ട് 3 സെപ്റ്റംബർ മുതൽ 8 സെപ്റ്റംബർ വരെ രജിസ്ട്രേഷൻ നടത്താം. ദെൻ ചോയ്സ് ഫില്ലിംഗ് വരുന്നത് 3 സെപ്റ്റംബർ മുതൽ 8 സെപ്റ്റംബർ വരെ. പ്രോസസ്സ് 9th and 10th സെപ്റ്റംബറിൽ. റിസൾട്ട് അലോട്ട്മെന്റ് വരുന്ന 11th സെപ്റ്റംബറിൽ. ദെൻ അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യേണ്ട ടൈം 12th മുതൽ 18th സെപ്റ്റംബർ വരെയുള്ള ടൈമാണ്. അപ്പൊ തേർഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് 18th സെപ്റ്റംബറോട് കൂടി തീരും. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ചോയ്സ് ഫില്ലിങ്ങിൽ നമ്മൾ പങ്കെടുക്കുക. ഇത് എങ്ങനെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് എന്നുള്ള അടുത്ത ഘട്ടം നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്, അതിന്റെ സാങ്കേതികതകൾ എങ്ങനെയാണ്, ചെയ്യേണ്ടത് എങ്ങനെയാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സിന് ഓൾ ഇന്ത്യയുടെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ഉണ്ട്, mcc.nic.in. നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്ത് കയറുന്ന ദിവസം ഫസ്റ്റ് നമ്മൾ കാണാം, അതിന്റെ താഴെ നോക്കിക്കേ, ന്യൂ രജിസ്ട്രേഷൻ റൗണ്ട് 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കയറുമ്പോൾ തന്നെ UG കൗൺസിലിങ്ങിന്റെ ആ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതെടുത്തിട്ട് നിങ്ങൾക്ക് കോഴ്സുകളുടെ കോളേജുകളുടെ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ ആ ലിസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കാം. സീറ്റ് മെട്രിക്സ് കൊടുത്തിട്ടുണ്ടാവും. ഇത് 2024 ഞാൻ കാണിക്കുന്നത്. ഓൺലൈൻ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ ഡെന്റൽ നഴ്സിംഗ് സീറ്റ് അലോട്ട്മെന്റ് എന്നുള്ള ഓൺലൈൻ കൗൺസിലിംഗ് അവിടെ കാണിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഡിസ്ക്ലൈമർ ആണ്. ആ ഡിസ്ക്ലൈമറിൽ അവസാനത്തിൽ എഗ്രി ഓർ ഡോണ്ട് എഗ്രി കൊടുത്താൽ അത് മുന്നോട്ട് പോയി അലോട്ട്മെന്റ് പ്രോസസ്സിനുള്ള രജിസ്ട്രേഷന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. അടുത്ത ഘട്ടം നോക്കിയാൽ നിങ്ങൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആണ്. എന്ന് വെച്ചാൽ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. അതിൽ ആദ്യം വരുന്നത് NEET UG റോൾ നമ്പർ കയറ്റണം. രണ്ടാമതായി NEET UG ആപ്ലിക്കേഷൻ നമ്പർ, അപ്പൊ അഡ്മിറ്റ് കാർഡ് കയ്യിലുണ്ടാവണം. ദെൻ കാൻഡിഡേറ്റിന്റെ നെയിം ശ്രദ്ധിക്കണം. നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ളത് എന്താണോ അത് ചേർക്കണം. ദെൻ സർട്ടിഫിക്കറ്റിലുള്ളത് ചേർക്കലാണ് വേണ്ടത്. ദെൻ മദർ നെയിം എന്താണോ അത് ചേർക്കണം. മിക്കവാറും നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തതേ ഇവിടെ എടുക്കലുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എന്താണോ ഉള്ളത് അത് ചേർക്കുക. ദെൻ ബാക്കി നിങ്ങളുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അഫിഡവിറ്റ് നോട്ടറി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമില്ലാതാവും. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ സെക്യൂരിറ്റി പിന്ന്, അത് താഴെ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി പിന്നും കൂടി ചേർത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ഈ രജിസ്ട്രേഷൻ NTA രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ഇമെയിലും ഫോൺ നമ്പറും അത് തന്നെ ഉണ്ടാവണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥികളോട് പ്രത്യേകം പറയുന്നത്, പല വിദ്യാർത്ഥികളുടെയും ഫോൺ നമ്പർ ചിലപ്പോൾ ചാലു ആയിരിക്കില്ല. ചില കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്, നമ്പർ നഷ്ടമായി അല്ലെങ്കിൽ സിമ്മ് മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ശ്രദ്ധിക്കണം. നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ മൊബൈൽ സിം ആക്റ്റീവ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതൊന്ന് റീചാർജ് ചെയ്തിട്ടേക്കുക. SMS വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. OTP അതിലേക്കാണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഇമെയിൽ അതിന്റെ പാസ്വേഡ് കറക്റ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താം. അപ്പൊ നിങ്ങൾ നോക്കി പേജിൽ നോക്ക്, ഇവിടെ അത് കണ്ടോ, നമ്മളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും അതിൽ കാണുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ, നിങ്ങൾ കൊടുത്ത ഇമെയിൽ, രജിസ്ട്രേഷൻ ടൈമിന് അവിടെ ഒരു പാസ്വേഡ് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് വീണ്ടും പിന്നടിച്ച് സെക്യൂരിറ്റി പിന്നടിച്ച് കയറി കഴിഞ്ഞാൽ ഈ ഇമെയിലും OTP വെരിഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. ദെൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത് മൊബൈലിലേക്കോ ഇമെയിലിലേക്കോ OTP വരും. അപ്പൊ നിങ്ങൾ മൊബൈൽ നമ്പറാണ് ചേർത്തേക്കുന്നെങ്കിൽ ആ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. ചോയ്സ് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങളുടെ OTP വരും. ആ OTP കൂടി എൻ്റർ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ആ പേജിൽ വരുന്ന എന്താ, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം അത് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ദെൻ ആപ്ലിക്കേഷൻ ഫോം, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, സെലക്ഷൻ ഓഫ് കൗൺസിലിംഗ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഫൈനൽ സബ്മിറ്റ്, ഇങ്ങനെയാണ് വരിക. അപ്പൊ അതിൽ ആദ്യത്തത് ഏതാണ്, നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം നമ്മൾ രജിസ്റ്റർ ചെയ്തോ, ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ നമ്മൾ OTP വെച്ച് കംപ്ലീറ്റ് ചെയ്തോടെ അത് കംപ്ലീറ്റ് ആയി. പിന്നെ വരുന്ന ആപ്ലിക്കേഷൻ ഫോമാണ്. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മളുടെ ജെൻഡർ, ദെൻ നാഷണാലിറ്റി,
റിലീജിയൻ, ദെൻ അതുപോലെ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തിടണം. ദെൻ അതോടൊപ്പം പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ അല്ലേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയാണ് സത്യത്തിൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ള യെസ് ഓർ നോ കൊടുക്കേണ്ടത്. അതോടൊപ്പം പാരൻസ് റിട്ടയേർഡ് ആംഡ് ഫോഴ്സോ സെർവിങ് റിട്ടയേർഡ് ആംഡ് ഫോഴ്സോ അല്ലെങ്കിൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സ് ആണോ എന്ന് സൂചിപ്പിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഈ ആംഡ് ഫോഴ്സ് സെർവിങ്ങും റിട്ടയേർഡിനും ഉണ്ട്, അതിനു വേണ്ടിയാണ്. മറ്റൊന്ന്, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് MBBS എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പിന്നീട് 145 പേരാണ് മൊത്തത്തിൽ എടുക്കുന്നത്. അപ്പൊ ആ 145 പേരിൽ 115 ബോയ്സും അതുപോലെ 30 ഗേൾസിനെയാണ് അവരെ ചൂസ് ചെയ്യാൻ വേണ്ടി ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് പ്രത്യേകം AFMC വേറെ തന്നെ നടത്തുന്നുണ്ട്. അപ്പൊ അത് AFMC സെന്ററിൽ വെച്ച് അവരുടെ ഓഫീസ് ക്യാമ്പസിൽ വെച്ചാണ് നടത്തുക. 2 ദിവസം നീണ്ടു നിൽക്കുന്നത്. ആ പ്രോസസ്സിൽ ഒന്നാമത്തേത് ഒരു ടോലർ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും അതോടൊപ്പം ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റും ഉണ്ടാവും. ആ ടെസ്റ്റും കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി കഴിഞ്ഞാൽ സെലക്ഷൻ പ്രോസസ്സ് 2 ദിവസം കൊണ്ട് തീർക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് AFMCയുടെ താല്പര്യം അറിയിക്കൽ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. സെലക്ഷൻ പ്രോസസ്സ് MCC വഴിയല്ല, അത് വേറെ തന്നെ നടത്തണം. അത് നിങ്ങളെ താല്പര്യമുള്ള കുട്ടികൾ സമ്മതം അറിയിച്ചാൽ അവർക്ക് വേറെ തന്നെ ഇന്റിമേഷൻ വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ദെൻ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു നിശ്ചിത എണ്ണം കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിക്കുകയുള്ളൂ, പ്രോസസ്സിന് വേണ്ടി, ടെസ്റ്റിന് വേണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യത്തിന് ആളുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു സെക്കൻഡ് ലിസ്റ്റ് അവർ ഇടാറുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ചിട്ട്. അപ്പൊ ആ പ്രോസസ്സ് താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കും. ഒരു 12,000 15,000 വരെയുള്ള ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ പ്രോസസ്സിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ഇവിടെ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് വരുന്നത് എന്താ? ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ 10th 12th അതിൻ്റെ സ്കൂളിന്റെ സ്റ്റേറ്റ്, ദെൻ പാസിംഗ് സ്റ്റാറ്റസ്, then passing year, roll number, 10th-ന്റെയും 12th-ന്റെയും റോൾ നമ്പർ, ക്ലാസ് 12th പാസിംഗ് സ്റ്റേറ്റ് കൊടുക്കണം. ദെൻ സ്കൂൾ നെയിം ആൻഡ് അഡ്രസ്, സ്കൂളിലെ ലൊക്കേഷന്റെ പിൻകോഡ്, പിന്നെ സബ്ജക്റ്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്ക് കൊടുക്കണം. മാക്സിമം മാർക്കും ഒബ്റ്റെയിൻഡ് മാർക്കും കൊടുക്കണം. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് വരുന്നത് നമ്മളുടെ കൗൺസിലിംഗ് സെലക്ഷനാണ്. ഈ കൗൺസിലിംഗ് സെലക്ഷനിൽ ഓൾറെഡി ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ ഫിക്സ് ആയി വന്നിട്ടുണ്ട്, അത് സെലക്റ്റഡ് ആയി വന്നിട്ടുണ്ട്. അതിന് പുറമെ ഓൾ ഇന്ത്യ കോട്ട, ദെൻ BSc നഴ്സിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ആ BSc നഴ്സിംഗ് ശ്രദ്ധിക്കേണ്ടത്, BSc നഴ്സിംഗ് 9 സ്ഥാപനങ്ങളിലുണ്ട്. ESICയുടെ 2 ബാംഗ്ലൂരും ഗുൽബർഗയുള്ള മെഡിക്കൽ കോളേജുകളിലും പുറമെ രാജേന്ദ്ര അമൃത് കൗർ നഴ്സിംഗ് കോളേജ് അടക്കമുള്ള നഴ്സിംഗ് കോളേജുകളിൽ 6 എണ്ണം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ESICയുടെ 2 കോളേജുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഫീമെയിൽ ഓൺലി ആണ്, എക്സ്ക്ലൂസീവ് ആണ്. ബാക്കിയുള്ളതിൽ ആൺകുട്ടികൾക്കും കൊടുക്കാം. അപ്പൊ നഴ്സിംഗ് 9 കോളേജുകളിലെ ഓൾ ഇന്ത്യ നഴ്സിംഗ് പ്രവേശനത്തിലും ഇതുവഴിയാണ്. അപ്പൊ ആ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഈ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? കൗൺസിലിംഗ് സെലക്ഷനിൽ അത് സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത് വരുന്ന ഓപ്പൺ സീറ്റ് എയിംസിന്റെ എല്ലാം ഇതിലാണ് വരുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജിപ്മർ, ജാമ്യ ഹംദർദിന്റെ BDS മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പൊ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ എത്രയാണ് ഫീസ് അടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഫീസ് അടക്കാനുള്ള പ്രോസസ്സാണ് അടുത്തത്. അതിനു മുമ്പ് കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടി എന്ത് ചെയ്യണം? കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സ്, കറസ്പോണ്ടൻസ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ പെർമനന്റ് അഡ്രസ്സും അത് നമ്മൾ സെലക്ട് ചെയ്ത് സെയിം തന്നെ ആണെന്ന് സെയിം ആസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെർമനന്റ് അഡ്രസ്സ് കറസ്പോണ്ടൻസ് അഡ്രസ്സ് തന്നെ സ്വീകരിക്കും. അതും സേവ് ചെയ്ത് അടുത്ത പ്രോസസ്സിലേക്ക് വരുന്നത് നമ്മൾ ഒരു വെരിഫൈ ചെയ്യാനാണ്. നമ്മൾ പ്രിവ്യൂ ചെയ്യാം. ഫൈനൽ സബ്മിഷന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് കാണും. അത് മുഴുവൻ സെലക്ട് ചെയ്ത് ഡിക്ലറേഷനും സെലക്ട് ചെയ്ത് സേവ് ആൻഡ് ഫൈനൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് പേയ്മെന്റിലേക്കാണ്. പേയ്മെന്റിൽ നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം. ചില ബാങ്കുകൾ, ഒരു 4-5 ബാങ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ ബാങ്കുകളിൽ ചിലതിൽ UPI പേയ്മെന്റ് വരാറുണ്ട് ചില സമയങ്ങളിൽ. പക്ഷേ എപ്പോഴും നിങ്ങൾ ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വെച്ചുകൊണ്ടുള്ള ഒരു പേയ്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം. നെറ്റ് ബാങ്കിങ്ങിലും പങ്കെടുക്കാം. ഈ പേയ്മെന്റിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇത്തരം അലോട്ട്മെന്റുകൾ നടക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അതിന്റെ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ഈ പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ ATMന്റെ ഡീറ്റെയിൽസ് കയറ്റുമ്പോൾ പേയ്മെന്റ് ഡിക്ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥ വരാറുണ്ട്.
എന്ന് പറഞ്ഞാൽ പേയ്മെന്റിന് സാധ്യമാവാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ പേയ്മെന്റ് സാധ്യമാവാത്ത അവസ്ഥ വരുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാർഡിൽ ബ്ലോക്ക് ചെയ്തത് കൊണ്ടോ ബാങ്ക് ആയിരിക്കും. അത് നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് ചെയ്യുന്നതാണ്. ബാങ്കിൽ ചെന്നിട്ട് നിങ്ങളുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നോക്ക്. ATM മെഷീനിൽ കാർഡ് ഇട്ട് പൈസ എടുക്കുന്നതും നെറ്റിലൂടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ പലപ്പോഴും വന്നിട്ട് പറയും, അയ്യോ ഞങ്ങൾ ഇന്നലെയും കൂടി പൈസ എടുത്താണല്ലോ എന്ന് പറയാം. അതല്ല ഇത് വേറെ പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. പ്ലസ് അതിന്റെ ഒരു പരിധി, പേയ്മെന്റ് പരിധി ചില കാർഡിൽ 2000 ആയിരിക്കും, ഓൺലൈനിൽ ചില കാർഡുകളിൽ 8000 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 10-12,000 മേലെ ആക്കി വെക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ സെൽഫ് ഫിനാൻസും പ്രതീക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഓൺലൈൻ ട്രാൻസാക്ഷന്റെ ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് ബാങ്കിന്റെ പരിധി നിങ്ങളൊന്ന് ഒരു 1 ലക്ഷത്തിന് മേലെ ആക്കാം. ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡിന്റെ ഓൺലൈൻ ട്രാൻസാക്ഷൻ പരിധി ഒരു 2.5 ലക്ഷത്തിന് മേലേക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയത്. അങ്ങനെയാണെങ്കിൽ പ്രോസസ്സിൽ കാലതാമസം ഉണ്ടാവില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ATM കാർഡ് ഇട്ട് പൈസ എടുക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓൺലൈൻ നെറ്റിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതും മൗലികമായി രണ്ടാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാലതാമസം വരാതിരിക്കാൻ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് ചോയ്സ് ഫില്ലിങ്ങിന്റെ ഭാഗത്തേക്കാണ്. അവിടെ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോളേജസും മറ്റും അവൈലബിൾ ചോയ്സസ് കൊടുത്തിട്ടുണ്ടാവും. കാൻഡിഡേറ്റിന്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് പരിശോധിക്കാം, ചോയ്സ് ഫില്ലിംഗ് നോക്കാം, ചോയ്സ് ലോക്കിങ്ങിന്റെ സൗകര്യം. ഓട്ടോമാറ്റിക് ആയിട്ട് 28 ചോയ്സ് നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവും. ഇതാണ് പ്രോസസ്സ്. ഇനി ഈ പ്രോസസ്സ് കഴിഞ്ഞ് 28 പ്രോസസ്സ് കംപ്ലീറ്റ്, ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 29th 30th ബാക്ക് എൻഡിൽ അവരത് പ്രോസസ്സ് ചെയ്ത് അലോട്ട്മെന്റിനുള്ള ഒരുക്കങ്ങൾ നടത്തും. 29th കഴിഞ്ഞ് 30th ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ 31st മുതൽ 6th വരെ, August 6th വരെ ജോയിൻ ചെയ്യേണ്ട ടൈം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് വളരെ വ്യത്യസ്തമാണ് ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റൈല്. ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗിൽ നിങ്ങൾ പങ്കെടുത്തു, റൗണ്ട് കഴിഞ്ഞ് അലോട്ട്മെന്റ് വന്നു, നിങ്ങൾക്ക് കോളേജ് കിട്ടി. കോളേജ് കിട്ടിയാൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോവാതിരിക്കാം. നിങ്ങൾ അടുത്ത രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടില്ല. ഓട്ടോമാറ്റിക് അടുത്ത റൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്സിലേക്ക് ഡയറക്റ്റ് പങ്കെടുക്കാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഓൾ ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും നിങ്ങൾ എല്ലാ ചോയ്സും ഫില്ല് ചെയ്യുന്നത് നല്ലതാണ്. ഈ പ്രാവശ്യത്തെ റാങ്കിലൊക്കെ വ്യത്യാസം വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൾ ഇന്ത്യ പരമാവധി എല്ലാവരും കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ചോയ്സിൽ ഫില്ല് ചെയ്ത് കിട്ടിയതിൽ പോവൽ നിർബന്ധമില്ല. ഫ്രീ എക്സിറ്റ് ഉണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയ എല്ലാ ചോയ്സും കൊടുത്തിടുന്നത് നിങ്ങൾക്ക് എവിടെ കിട്ടാൻ സാധ്യത എന്നുള്ളൊരു പോസിബിലിറ്റി ചെക്ക് ചെയ്യാനും, അഥവാ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ അതെങ്കിലും മിനിമം അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനും ഫസ്റ്റ് റൗണ്ടിൽ എല്ലാ കോളേജുകളും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഫ്രീ എക്സിറ്റ് അടിച്ചു അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 31st ജൂലൈ മുതൽ August 6th വരെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ഗ്രേഡേഷൻ, സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക്, സെക്കൻഡ് റൗണ്ടിലേക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡേഷൻ കൊടുക്കാം. നിർബന്ധമായിട്ട് അത് കൊടുക്കണം. പല കോളേജുകൾക്ക് അത് ധാരണ ഉണ്ടാവില്ല, നിങ്ങൾക്കും ധാരണയില്ല. അപ്ഗ്രേഡേഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജോയിൻ ചെയ്ത് അവിടെ പോയി നിൽക്കും. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ അപ്ഗ്രേഡേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ, സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കോളേജ് നല്ലത് കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുന്നത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ നോക്കി ഫസ്റ്റ് റൗണ്ട് കൊടുത്തു, നമുക്ക് പോവാതിരിക്കാം, ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്യാതിരിക്കാം. ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ജോയിൻ ചെയ്താൽ അപ്ഗ്രേഡേഷൻ കൊടുത്താലേ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റൂ. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്തു. സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, പോകും എന്ന് ഉറപ്പുള്ള, നിങ്ങളുടെ പ്രിഫറൻസ് ഉള്ള, അപ്പൊ നമ്മൾ ചെയ്യുന്ന കരിയഗുരുവിൽ ചെയ്യുന്ന കൺവെയൻസ്, യാത്രാ സൗകര്യം, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അടുത്തുള്ളത്, കോളേജിന്റെ ഒരു റാങ്ക്, സാധ്യതകൾ, അതുപോലെ തന്നെ അതിന്റെ സൗകര്യങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ചോയ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ വ്യക്തിക്കും. ഇപ്പൊ കേരളത്തിൽ ഒരു കോളേജ് കിട്ടാൻ 11,000 12,000 ഒക്കെ റാങ്ക് വരുന്ന ആളുകൾക്ക് കേരളത്തിൽ എന്തായാലും, ഓൾ ഇന്ത്യ വരുന്ന ആൾക്ക് കേരളത്തിൽ എന്തായാലും കിട്ടും. കേരളത്തിൽ എന്തായാലും കിട്ടും എന്ന് ഉറപ്പുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഓൾ ഇന്ത്യയിൽ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല കോളേജുകൾ, ഇപ്പൊ പലരും ഒരു 1100 900 റാങ്കിൽ വരുന്ന റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് എന്തായാലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് കിട്ടും. അപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജും പരിയാരം വളരെ ഉള്ളതും ഓൾ ഇന്ത്യയിൽ കൊടുത്തിട്ട് താഴെയുള്ള കോളേജുകൾ വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഓൾ ഇന്ത്യയിൽ അത് മാത്രം കൊടുക്കാം. കേരളത്തിൽ ഇപ്പൊ ഓൾ ഇന്ത്യയിൽ നല്ലത് കിട്ടും എന്ന് തോന്നുന്ന ആളുകൾ കേരളത്തിലുള്ള നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള കോളേജുകൾ, താഴെയുള്ള കോളേജ്, ഇപ്പൊ ചില ആൾക്ക് പാലക്കാട് ഇഷ്ടമുണ്ടാവില്ല, ഇടുക്കി ഇഷ്ടമുണ്ടാവില്ല, പത്തനംതിട്ട ഇഷ്ടമുണ്ടാവില്ല, അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കോളേജുകൾ കേരളത്തിലും ഓൾ ഇന്ത്യയിലും
കൊടുത്തിട്ടാൽ മതി. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ സാധ്യതകൾ അവിടെ ഏതെങ്കിലും ഒന്നിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പരമാവധി ഓൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ നല്ല കോളേജിൽ കിട്ടുമെങ്കിൽ അവിടെ പോകുന്നതാണ് ബാക്കിയുള്ളവർക്ക് അനുഗുണമായത് എന്നതുകൊണ്ട് പരമാവധി ഓൾ ഇന്ത്യ ചാൻസ് ഉപയോഗപ്പെടുത്തുക. ആദ്യത്തെ 15,000-നുള്ളിൽ കേരള റാങ്ക് കുറവായത് കൊണ്ട് പലപ്പോഴും ഓൾ ഇന്ത്യയിലെ നമ്മുടെ മികച്ച കോളേജുകളുടെ സാധ്യത പലപ്പോഴും അത് മങ്ങലേൽക്കുന്നതാണ് എന്നതുകൊണ്ട് പരമാവധി കൊടുത്ത് കിട്ടിയത് പോവാന്നുള്ളതാണ്, നല്ലതിൽ പോവാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി കേരളത്തിലെ കോളേജുകൾ എടുക്കാം, പക്ഷേ കുറച്ചുകൂടി പഠന സൗകര്യങ്ങൾ, ഇപ്പൊ തമിഴ്നാടിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു 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 അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ സേഫാണ്, അവിടുത്തെ ഒരു അന്തരീക്ഷം വലിയ ബുദ്ധിമുട്ടില്ല. അതിനേക്കാൾ പ്രധാനം ഏറ്റവും ലാസ്റ്റ് വന്ന കോളേജുകൾ പോലും അക്കാഡമിക്കലി ഭയങ്കര മികച്ചതാണ്. എല്ലാ മാസവും എക്സാം നടത്തുന്നു, നന്നായി പഠിപ്പിക്കുന്നു, നല്ല അധ്യാപകർ, ഇൻഫ്രാസ്ട്രക്ചർ നല്ലത്. പരിയല്ലൂരും നാമക്കലും കിളിക്കുറിച്ചിയും പോലുള്ള കോളേജുകളൊക്കെ അത്യാവശ്യം നല്ല മികച്ച എല്ലാം നല്ലതാണ്. നീലഗിരിയൊക്കെ കോളേജുകൾ അവരുടെ സാങ്കേതികമായും അക്കാദമികമായിട്ടും then ഇൻഫ്രാസ്ട്രക്ചറും ഫാക്കൽറ്റിയൊക്കെ ബെസ്റ്റാണ്. അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് PG മെഡിക്കൽ പഠനത്തോടൊപ്പം PG എൻട്രൻസ് കൂടി എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഇപ്പൊ ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് എക്സാം വന്നു കഴിഞ്ഞാൽ ഫൈനൽ PG എക്സാം ആയിരിക്കും ഓൾ ഇന്ത്യ PG മെഡിക്കൽ എൻട്രൻസ്, ഫൈനൽ ഡിഗ്രി എക്സാം ആയിരിക്കും ഓൾ ഇന്ത്യ PG എൻട്രൻസ് എന്നത് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പഠിക്കുന്നത് കണ്ടന്റ് വളരെ കൃത്യമായിട്ട് നന്നായി പഠിക്കണം. പഠിപ്പിക്കാനുള്ള സാഹചര്യ കോളേജുകൾ ഇപ്പൊ നിങ്ങൾ ഈ വർഷം മുതൽ അങ്ങോട്ട് സെലക്ട് ചെയ്യുന്ന ആളുകൾ മികച്ച കോളേജുകളും മികച്ച അധ്യാപകരൊക്കെ ഉള്ള മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് തന്നെ സെലക്ട് ചെയ്യണം. ഇനി രണ്ടാം റൗണ്ടിലേക്ക് വരുമ്പോൾ, രണ്ടാം റൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാം റൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ ആളുകൾ പോയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് രണ്ടാമത് സ്ട്രേറ്റ് അവേ അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ രണ്ടാം റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഫോർഫീച്ചർ ആണെന്ന് വെച്ചാൽ നമ്മൾ അടച്ച രജിസ്ട്രേഷൻ ഫീസ് പോകും. മൂന്നാം റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കാം, പക്ഷെ നമ്മൾ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് ഫീസൊക്കെ അടച്ച് ചെയ്യേണ്ടി വരും എന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സെക്കൻഡ് റൗണ്ടിൽ കിട്ടുന്നത് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിലുള്ള ഒരു റാങ്കും കേരളത്തിന്റെ ഒരു സാധ്യതയും നമുക്ക് കേരള റാങ്ക് വരുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ദെൻ അത് മനസ്സിലാക്കിയിട്ട് കേരള ഒഴിവാക്കണോ ഓൾ ഇന്ത്യ എടുക്കണോ എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഒഴിവാകും. കരിയർ ഗുരുവിനെ സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് 80 പേരിൽ മാത്രമായിട്ട് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനുള്ള ചാൻസ് കരിയർ ഗുരുവിൽ തരുന്നത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് നിങ്ങളെ യഥാസമയം അറിയിക്കുന്നതാണ്. അതേ സമയത്ത് കേരളത്തിന് പുറത്തുള്ള കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, UP പോലുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളിൽ നിങ്ങളെ ഓപ്ഷൻ ഫില്ല് ചെയ്യാൻ നമ്മൾ സഹായിക്കും. പക്ഷേ ആ സമയാസമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മളത് നിങ്ങൾ അറിയിക്കും. ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ അറിയിക്കും. 80 പേര് ഇവിടെ രജിസ്റ്റർ ചെയ്ത് പ്രോസസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേക ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. ആ ഗ്രൂപ്പിലിടയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്ലസ് ഓരോ വിദ്യാർത്ഥിക്കും അതത് അവർക്ക് കിട്ടിയ അഡ്മിഷൻ കിട്ടിയ കോളേജുകളിൽ കൂട്ടിന് ആരെങ്കിലും ഉണ്ടോ, മലയാളികൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് അവരെ കണക്ട് ചെയ്ത് തരാനുള്ള സംവിധാനം കരിയർ ഗുരു ഉണ്ടാക്കും. അത് പരമാവധി ശ്രമിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഒരു പേഴ്സണൽ സഹായം, ഗൈഡൻസ് ഉണ്ടാവും എന്നതാണ് കരിയർ ഗുരുവിന്റെ പ്രത്യേകത. ഈ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ സാധ്യത, ആദ്യത്തെ റൗണ്ടിൽ ഞാൻ എല്ലാം കൊടുക്കാൻ പറഞ്ഞു, കാരണം ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് അവിടെ ഉണ്ടാവും, നമുക്ക് ആ സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കും. പ്ലസ് ഇനി എന്തൊക്കെയാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാവും. രണ്ടാമത്തേലും നിങ്ങൾക്ക് താല്പര്യമുള്ളതും പോകുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. ഫീസിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 25,000 26,000 മേലെയാണ് കേരളത്തിലെങ്കിൽ തമിഴ്നാട്ടിൽ 18,000 ദെൻ കർണാടകയിലേക്ക് വരുമ്പോൾ 70ന്റെ അടുത്ത് വരും. അതാണെങ്കിലും അത് ഇച്ചിരി കൂടുതലാണ് ആ ഫീസ്. ചില സ്ഥലങ്ങൾ, കർണാടകയിലെ ചില സ്ഥലങ്ങൾ കുറച്ച് അധികം ദൂരം സഞ്ചരിക്കേണ്ടതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ബോംബെയിൽ പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും, കൊൽക്കട്ടയിൽ പോകുന്നതിലെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ബാംഗ്ലൂരിലുള്ള, കർണാടകയിലുള്ള ചില സ്ഥലങ്ങളിൽ, ബാംഗ്ലൂരിൽ നിന്ന് പിന്നെയും 4 മണിക്കൂർ 5 മണിക്കൂർ യാത്ര ചെയ്യേണ്ട മഹാരാഷ്ട്ര ബോർഡർ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരം സ്ഥലങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചോയ്സ് ഫില്ലിംഗ് നടത്തുക. ഇപ്പൊ ആന്ധ്ര, തെലങ്കാനയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഒരു 3-4 മണിക്കൂർ ഉള്ളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ആഴ്ചയിൽ നമ്മൾ വരില്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ല, മെഡിസിൻ പഠനത്തിന് പോകുന്ന ആളുകൾ അതിൽ നന്നായി ഫോക്കസ് ചെയ്ത് കണ്ടന്റ് ശരിക്കാക്കി പോയി കഴിഞ്ഞാൽ PG എൻട്രൻസിന് അത് ഗുണം ചെയ്യും. ഫൈനൽ ഡിഗ്രി എക്സാം PG എൻട്രൻസ് ആവുന്നിടത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദം മികച്ച കോളേജുകൾ പുറത്ത് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ളതും യാത്രാ സൗകര്യമുള്ളതും ഏറ്റവും മികച്ചത് മാത്രം കൊടുക്കുന്നു. ദെൻ അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ജോയിൻ ചെയ്തിട്ട് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. തേർഡ് അലോട്ട്മെന്റിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയി. തേർഡ് അലോട്ട്മെന്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാം? ഫസ്റ്റ് അലോട്ട്മെന്റ്
അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടാത്ത ആളുകൾ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് പോവാതിരുന്നതും സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടിയിട്ട് പോവാതിരുന്ന ആളുകൾക്കും തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് പോവാതിരുന്ന ആളുകളുടെ ഫോർ ഫീച്ചർ ആയിരിക്കും, ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ പോവും, ആദ്യം മുതൽ വീണ്ടും കൊടുക്കണം. അങ്ങനെ കൊടുത്ത് തേർഡ് അലോട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ, തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയാൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ലിസ്റ്റിൽ വന്ന ആളുകൾ നോക്കിയിട്ട് ഇപ്പൊ തേർഡ് അലോട്ട്മെന്റ് നടക്കുമ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റിൽ ഏതെങ്കിലും അലോട്ട്മെന്റിൽ അവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് കളയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾ ഇന്ത്യ ലിസ്റ്റിൽ തേർഡിൽ റൗണ്ടിൽ വന്ന ആളുകൾക്ക് സ്റ്റേ വേക്കൻസിയിലോ തുടർന്നുള്ള റൗണ്ടുകളിലോ പങ്കെടുക്കാൻ പറ്റില്ല. തേർഡ് റൗണ്ടിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ജോയിൻ ചെയ്തില്ലെങ്കിലും അവർക്ക് സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്റ്റേ വേക്കൻസി പങ്കെടുക്കാൻ പറ്റുന്ന ആർക്കാ? ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും കിട്ടാത്ത ആളുകൾ, ഈ ഒരു അലോട്ട്മെന്റിലും പങ്കെടുക്കാത്ത ആളുകൾ, ദെൻ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് ക്വിറ്റ് ചെയ്ത ആളുകൾ, തേർഡ് റൗണ്ടിൽ കിട്ടാത്ത ആളുകൾ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഫോർത്ത് അലോട്ട്മെന്റിൽ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. സ്റ്റേ വേക്കൻസി അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ പ്രോസസ്സ് മുഴുവൻ ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യേണ്ടടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആ ഡോക്യുമെന്റുകൾ നിങ്ങൾ കയ്യിൽ വെക്കണം. ആ ഡോക്യുമെന്റുകൾ കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് MCCയുടെ ഡോക്യുമെന്റുകൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാൻ പറ്റുമെങ്കിൽ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തത് അലോട്ട്മെന്റ് ലെറ്റർ MCC ഇഷ്യൂ ചെയ്തത്. രണ്ടാമത്തെ അഡ്മിറ്റ് കാർഡ് NTN സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അത് കയ്യിലില്ലാത്ത ആളുകളാണെങ്കിൽ. ദെൻ അതോടൊപ്പം തന്നെ റാങ്ക് ലെറ്റർ, NTA ഇഷ്യൂ ചെയ്ത റാങ്ക് ലെറ്റർ ഉണ്ടാവും. NTA സൈറ്റിൽ കയറി നിങ്ങൾ അത് റാങ്ക് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് 10th സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, ക്ലാസ് 12th സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്സ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, ആധാർ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്. പല യൂട്യൂബ് ചാനലുകളിലും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നേരത്തെ എടുത്തു വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ വിദ്യാർത്ഥികൾ വല്ലാതെ പരിഭ്രാന്തരാവുന്ന ഒരു അവസ്ഥ കണ്ടിരുന്നു. മണ്ടത്തരമാണത്. ഒരു കോളേജിൽ പെർട്ടിക്കുലർ ആയിട്ട് കിട്ടാതെ, ഒരു സ്റ്റേറ്റിൽ കിട്ടാതെ എങ്ങനെയാണ് ഒരു കുട്ടി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? അത് ഭയങ്കര ആശങ്കപ്പെടുത്തി വിദ്യാർത്ഥികൾ അങ്ങ് ടെൻഷൻ അടിച്ച് എലിജിബിലിറ്റി എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന അവസ്ഥ. ഒരാൾ ഓപ്ഷൻ കൊടുത്തു, തമിഴ്നാട്ടിലാണ് കിട്ടിയത്, നേരത്തെ കർണാടക എടുത്തു വെച്ചിട്ട് എന്താ കാര്യം? ഇനി കർണാടക കിട്ടി, തമിഴ്നാട് കിട്ടി, കർണാടക കിട്ടിയില്ല, നേരത്തെ തമിഴ്നാട് എടുത്തു വെച്ചിട്ട് എന്താ കാര്യം? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടത്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അതത് സ്റ്റേറ്റുകളിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കയറി, അത് കോളേജുകൾ അപ്രൂവ് ചെയ്തിരിക്കുന്ന അതോറിറ്റി ഏതാണോ ആ സൈറ്റിൽ, ആ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി നമുക്ക് എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാം. എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു, നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഫോമും പേയ്മെന്റ് ഫോമാറ്റും കയ്യിലുണ്ടെങ്കിൽ, ഒരു സെൽഫ് ഡിക്ലറേഷനും ഉണ്ടെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ എലിജിബിലിറ്റി കിട്ടിയില്ലെങ്കിൽ അത് മതി, അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ആ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുക, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മറ്റ് സ്റ്റേറ്റുകളിലെ മാനേജ്മെന്റ് കോട്ട സീറ്റുകളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതത് സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ കരിയർ ഗുരുവിന്റെ ഗ്രൂപ്പിലിടും. നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതൊന്ന് സബ്മിറ്റ് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ ഇന്ന് ലൈവ് ഉണ്ട് ഈവനിങ്, അതിൽ പങ്കെടുക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിന്റെ കമന്റ് ബോക്സുകളിൽ ചോദിക്കാം. കരിയർ ഗുരുവിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള, ഇവിടുന്ന് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഏവർക്കും മികച്ച സീറ്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Career Guru, molding your future.